ഇപ്പോൾ നമ്മളൊരു പുതിയ കിടുക്കാച്ചി ക്യാമറ എടുത്തിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടു, എന്നാലും ആ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ അൺബോക്സിങ്ങിൽ ഇപ്പോൾ കാണിക്കുന്നതാണ്. ഹലോ ഗായ്സ്, നമ്മുടെ വൈബ് ഡെസ്റ്റിനേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സായി. പൊളിയായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ. ചുമ്മാ തുടങ്ങിയതല്ല, സീരിയസ് ആയിട്ട് തുടങ്ങിയൊരു സംഭവം. പക്ഷേ നല്ലപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ആദ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും കുറേ വെള്ളി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ കുറേ പേര് നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിതിലും കിടുക്കാച്ചി വീഡിയോസ് ഇനി വരും, കിടുക്കാച്ചി വൈബ് ഡെസ്റ്റിനേഷൻസ് ഇനി വരും. ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനി അടുത്തൊരു ക്യാമറ എടുക്കണമെന്ന്. ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് GoPro Hero 7 ആണ്, ബ്ലാക്ക്. അപ്പോൾ ഇതിനെന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ വീഡിയോ നമ്മൾ ലാഗ് വരാൻ കാരണം GoProൻ്റെ ചില്ലൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 1 മാസം ഗ്യാപ്പ് ഏകദേശം വന്നു. അപ്പോൾ അതിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ക്യാമറ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് ആദ്യം അൺബോക്സിങ് ചെയ്യിക്കണേ. അപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് നിങ്ങളെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം നമുക്ക് ക്യാമറ എടുക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അതിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡിഷിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനാണ്, ഇവിടെ പേരെന്താ, അഭിലാഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. പുള്ളിക്കാരൻ നമുക്ക് പൈസ അറേഞ്ച് ചെയ്ത് തന്നു. നമ്മൾ മെല്ലെ എത്ര മാസത്തേക്കാണ് അങ്ങനെയൊന്നുമില്ല, പൈസ മെല്ലെ കൊടുത്താൽ ഇത് പറഞ്ഞു. നല്ല സ്നേഹമുള്ള ചേട്ടനാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടനോട്. അപ്പോൾ നമ്മളെന്തായാലും അൺബോക്സിങ്ങിലേക്ക് നേരെ പോകുന്നു. സാധാരണ GoProനൊക്കെ വരുന്ന ഏകദേശം ഒരേപോലത്തെ ഒരു പാക്ക് തന്നെയാണ് ഇതിനും വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ 1 ഇയർ വാറന്റിനെ കുറിച്ചിട്ടും കാണിച്ചിട്ടുണ്ട്. ഈ പാക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷൻ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ വരുന്നത് ഫീച്ചേഴ്സ് ആണ്. നമുക്കൊന്ന് പാക്കൊന്ന് തുറന്നു നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ പോളി സാനം. സാധാരണ GoProക്കാട്ട് കുറച്ചുകൂടി വലിപ്പമുള്ളതാണിത്. 2 സൈഡിലും ക്യാമറ വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ 360 ലെവലിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. GoPro ഇതിൻ്റെ ക്ലിപ്പിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. GoPro ഫ്യൂഷനിൽ നിന്ന് മാറി GoPro Maxലേക്ക് വരുമ്പോൾ അൺലിമിറ്റഡ് ക്ലൗഡ് സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് GoPro മൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും പിന്നെ GoProൻ്റെ ബാറ്ററി ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസും ആണ് വരുന്നത്. പിന്നെ കാണുന്നത് ഹെൽപ്പ് ലൈൻ ഡോക്യുമെന്റ്സും പിന്നെ GoProൻ്റെ 2 സ്റ്റിക്കേഴ്സും ആണ് വരുന്നത്. യൂസർ മാനുവൽ ആണ് വരുന്നത്. ഒരു പൗച്ചാണ്. പൗച്ചിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ലെൻസ് പ്രൊട്ടക്ഷൻ്റെ ഒരു ഗ്ലാസ്, 2 ഗ്ലാസ് ആണ്. 2 ക്യാമറകളുണ്ട്, 2 ഗ്ലാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ലെൻസ് പ്രൊട്ടക്ഷൻ ക്യാപ്പും ഉണ്ട്. അത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. ഓൾറെഡി ക്യാമറയുടെ 2 ലെൻസും പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഭയങ്കര എന്താ പറയുക നല്ലതാണ്. കാരണം സ്ക്രാച്ച് വരാണ്ടൊക്കെ നമുക്ക് കൂടുതൽ സെക്യൂർഡ് ആയിരിക്കും. പിന്നെയുള്ളത് ചാർജിങ് കേബിളും പിന്നെ ഒരു ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. ഇനി ക്യാമറ നമുക്ക് ഈ ക്ലിപ്പിൽ നിന്ന് ഊരി നോക്കാം. GoPro Maxന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 360 വീഡിയോ റെക്കോർഡിംഗ് ആണ്. Insta360, 1X, 1R, Max, GoPro Max ഇവയൊക്കെയാണ് ടോപ്പ് 360 ആക്ഷൻ ക്യാമറാസ് ആയിട്ട് വരുന്നത്. ഇതിനടിയിലുള്ള ക്ലിപ്പ് നല്ല ഫേവറാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. ക്യാമറയുടെ ബാറ്ററി ഇടാനുള്ള ഒരു ഡോറിൽ നമുക്ക് ലോക്ക് ഇപ്പോൾ ഇതിൽ കാണാനുണ്ട്, അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ലോക്ക് ഉള്ളതുകൊണ്ട് അത്രയും സെക്യൂർഡ് ആയിരിക്കും. ചാർജിങ്ങിൻ്റെ ഡോറ് നമ്മളെപ്പോഴും തുറന്നടച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് വന്നിട്ട് അതിലൂടെ വെള്ളം കയറിയിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സെക്യൂർഡ് ആയിരിക്കും. 6 മൈക്കുകൾ ഇതിൻ്റെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയാണ്. വീഡിയോ, ഫോട്ടോ, ടൈം ലാപ്സ് ഇവ 3 ആണ് ഇതിൽ പ്രധാനപ്പെട്ട ക്യാമറ മോഡ്സ് ആയിട്ട് വരുന്നത്. ടൈം ലാപ്സിൽ തന്നെ
1080pയിലും വരുന്നുണ്ട്, പിന്നെ 360ൽ നമുക്ക് ടൈം ലാപ്സ് എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ വീഡിയോയിലാണെങ്കിൽ 1080ൽ 24, 30, 60 FPS നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഹീറോ മോഡിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം റെസൊല്യൂഷൻ 2.5K ആണ്. 2.5Kയിലും 24, 30, 60 FPS നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ 2.5K 4:3 എന്ന റേഷ്യോയിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. ഹീറോ മോഡിൽ സെൽഫി വീഡിയോസ് എടുക്കാനും ഈ GoPro Max കൊണ്ട് നമുക്ക് സാധിക്കും. വ്ളോഗേഴ്സിന് ഒരു ഫേവറായിട്ടാണ് ഈ GoPro Max ഇറക്കിയിട്ടുള്ളത്. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൂമിംഗ് ലെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സ് സൂപ്പർ വ്യൂ, വൈഡ്, ലീനിയർ, പിന്നെ നാരോ ആണ് വരുന്നത്. ഇതുവരെ GoProയിൽ ഇറങ്ങിയ ഏറ്റവും വൈഡസ്റ്റ് ലെൻസാണ് മാക്സ് സൂപ്പർ വ്യൂ. ഫോട്ടോസ് ആണെങ്കിൽ നോർമൽ ഫോട്ടോ, പിന്നെ 360 ഫോട്ടോ, പിന്നെ പനോരമിക് ആയിട്ടുള്ള, അതായത് നല്ല വൈഡ് ആയിട്ടുള്ള പനോരമിക് ഫോട്ടോസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ GoPro Maxൽ നിങ്ങൾക്ക് അറിയാവുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മാക്സിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫൂട്ടേജസും കൂടി കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. GoPro Maxൽ എടുത്ത പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.